ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. സാധാരണ ഇത്തരത്തിൽ ദേശീയ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുമ്പോൾ BJPക്ക് ഒരു അവസരം കൊടുക്കാത്ത മണ്ണായിരുന്നു കേരളം. പക്ഷെ ആ കേരളത്തിൽ BJP കയറി വരികയും ചെയ്തു. ഇടതുപക്ഷം അടിഞ്ഞില്ലാതെ ഇപ്പൊ ഇടതുപക്ഷത്തിന് ഒന്ന് BJP ഒന്ന് LDF ഒന്ന് അങ്ങനെയായിരുന്നു അവസാനം കണ്ട ഒരു കണക്ക്. എന്തുകൊണ്ടാണ് ഈ ഇടതുപക്ഷം ഇത്രയധികം താഴേക്ക് പോകാൻ കാരണം? അവരുടെ തോൽവിക്ക് കാരണം എന്തായിരിക്കും? താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടാം പിണറായി സർക്കാർ വരുന്നതിന് മുന്നുള്ള സർക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതി കൂടും അവരെ സപ്പോർട്ട് ചെയ്തതുപോലെയായിരുന്നു. കാരണം മൊത്തം പ്രളയം, കൊറോണ, അത് ഇത് പറഞ്ഞിട്ട് എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടുകളായിരുന്നു. അതുകൊണ്ട് അവർക്ക് കുറച്ചും കൂടി ഇറങ്ങി പ്രവർത്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ മേഖലയിലാണെങ്കിലും അതിൽ അഴിമതികൾ ഇല്ലാന്നല്ല, പക്ഷെ കുറച്ചും കൂടെ പുറത്തേക്ക് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, നമ്മൾ ഇതിനൊക്കെ രക്ഷപ്പെടുത്തി അങ്ങനെ ഇവർക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തെ ഇത് നോക്കാന്നുണ്ടെങ്കിൽ ഇതൊന്നുമില്ല. അപ്പൊ അവരുടെ പ്രവർത്തനം മൊത്തം അഴിമതിയിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയി. അങ്ങനെ പറയാം. CPIM-ന് കിട്ടിയ അതേ വോട്ടാണ് ഇപ്രാവശ്യവും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കിട്ടിയിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ 1 ലക്ഷത്തോളം അടങ്ങുന്ന വോട്ടുകളാണ് കോൺഗ്രസിന്റെ വോട്ടുകൾ BJPക്ക് ചോർന്നിട്ടുള്ളത്. ആ ഒറ്റ കാര്യം പോലും ഇവിടുത്തെ ഒരു വിദ്യാർത്ഥികൾക്കും പറയാനില്ല. കാരണം UDF ആണ് തൃശ്ശൂരിൽ BJP ജയിപ്പിച്ചത്. അതെ, പിന്നെന്താ അവിടെ പാർട്ടി ഓഫീസ് പൊളിക്കലും തല്ലലും, എന്താ അവിടുത്തെ ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറ. ബാക്കി മണ്ഡലത്തിലേക്ക് തോൽവിയുടെ കാരണം എന്തായിരിക്കും? കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിലും 1 സീറ്റായിരുന്നു ഇടതുപക്ഷത്തിന്. ഇപ്രാവശ്യം 1 സീറ്റാണ്. വോട്ടിന്റെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നു മീഡിയക്ക് നല്ല മണ്ഡലം, ആലത്തൂർ മണ്ഡലം, പാലക്കാട് മണ്ഡലം, ഏത് മണ്ഡലം എടുത്താലും കുറഞ്ഞു. നിങ്ങൾക്കും ചെറിയൊരു വലതുപക്ഷ നവകേരള സദസ് നടന്ന സമയത്ത് ബസ് വന്നു. ബസ്സിനെ കുറിച്ച് വളരെ വലിയ എന്താ പറയാ വാർത്തകളാണ്, കാര്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം എന്താ ഈ ട്രെയിനിലെ ബർത്ത് മറിഞ്ഞിട്ട് ഒരു യാത്രക്കാരൻ മരിച്ചു. ഫ്ലൈറ്റ് വിമാനത്താവളത്തില് അവിടുത്തെ ഭിത്തി തകർന്നിട്ട് ഒരു ടാക്സി ഡ്രൈവർ മരിച്ചു. ഇത് എത്രത്തോളം ഈ മാധ്യമങ്ങൾ ഇവിടെ പ്രചരിപ്പിച്ചു എന്നതൊരു ചോദ്യമാണ്. എന്തൊരു കഷ്ടകാലം. ഞാൻ ഉദ്ദേശിച്ചത് വേറെ, ഈ പുല്ലന്മാർ ഉദ്ദേശിച്ചത് വേറെ. ഞാൻ എന്ത് പുല്ല ഉദ്ദേശിച്ചത്? തെരഞ്ഞെടുപ്പ് സെലക്റ്റീവ് ആയിട്ടുള്ള വാർത്തകൾ മാത്രമാണോ മാധ്യമം കൊടുക്കുന്നുള്ളത് എന്നുള്ളതൊരു ചോദ്യം. കഴിഞ്ഞ പ്രാവശ്യത്തെ ഇടതുപക്ഷ ഭരണം ഏറ്റവും നന്നായി തന്നെയായിരുന്നു. ഇപ്രാവശ്യം അതേ നല്ല രീതിയിൽ തന്നെയാണ് ഭരണം നടക്കുന്നത്. പറയട്ടെ, ഇത് ഞാൻ പറയുമ്പോൾ ന്യൂ ജനറേഷന് അല്ലെങ്കിൽ എന്താ പറയാ ഓൺലൈൻ മീഡിയയെ താല്പര്യരായിട്ടുള്ള മനുഷ്യന്മാർക്ക് എന്തായാലും ഇടതുപക്ഷ വിരുദ്ധത അത് വരും. കാരണം ഇൻസ്റ്റാഗ്രാം അടങ്ങിയിട്ടുള്ള എല്ലാ കാര്യവും കോർപ്പറേറ്റ് താല്പര്യരാണ്. അപ്പോൾ കോർപ്പറേറ്റിന്റെ ആവശ്യങ്ങൾ മാത്രം ആഗ്രഹിക്കുന്ന ആളുകളായതുകൊണ്ട് അങ്ങനത്തെ വാർത്തകൾ മാത്രമേ ഇവർക്ക് കിട്ടൂ. അല്ല, ഇപ്പൊ ഈ CPM-നുള്ളിൽ നിന്ന് തന്നെ വരുന്ന വലിയൊരു ആവശ്യമാണ് ഈ പിണറായിക്കെതിരായിട്ടുള്ളൊരു വികാരം ജനങ്ങളിൽ ശക്തമായിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ പിണറായിയുടെ ശൈലി മാറുക, അത് പാർട്ടി തീരുമാനിച്ചോളും. ബെസ്റ്റ് മാന്യനായ ജനങ്ങളെ നല്ല രീതിയിൽ പരിപാലിക്കുന്ന മുഖ്യമന്ത്രി ജനസമ്പർക്കം എന്ന് പറഞ്ഞിട്ട് മറ്റേ ഒരു ബസ് 1.5 കോടി രൂപയ്ക്ക് ബസ്സൊക്കെ വാങ്ങി, ലിഫ്റ്റൊക്കെ ബസ് വാങ്ങി ഇറങ്ങിയാലോ, അതിന് എന്ത് പരിഹാരമാണ് അതിന് കണ്ടത്? വില്ലേജ് അതല്ല പറയണോ ഓടിക്കൊണ്ടിരിക്കുകയാണ്, യാത്രക്കാർക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതറിയോ? മുഖ്യമന്ത്രിയുടെ മാതിരി വാക്കിലോല് പറയുന്നത് കേൾക്കാതെ അഭിപ്രായം പറയരുത്. ഞങ്ങളും കൂടി പറയട്ടെ, ഞങ്ങൾക്ക് പറയല്ലേ, ഞങ്ങൾ പറയട്ടെ. നിങ്ങളുടെ SFI പ്രതിനിധിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തുകൊണ്ട് ഇത്തവണ LDF തോറ്റു? സിമ്പിൾ ചോദ്യം. LDF തോറ്റ് സ്വാഭാവികമായിട്ട് കഴിഞ്ഞ തവണ ഉണ്ടായ രാഹുൽ തരംഗം ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. രാഹുൽ തരംഗം ഉണ്ടായിരുന്നു, രാഹുൽ തരംഗം ഉണ്ടായിരുന്നു, അങ്ങനെ കുറെ വിഷയങ്ങളുണ്ടായി. ഇപ്രാവശ്യം അങ്ങനെ രാഹുൽ തരംഗം ഒന്നും ഇല്ല. ഉണ്ടോ രാഹുൽ തരംഗം? ഉണ്ട്. ആളുകൾക്ക് ബോധം വന്നതാവാനാണ് ചാൻസ്. എന്ത് ബോധമായിരിക്കും ആളുകൾക്ക് വന്നത്? ഓരോ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് കേരളത്തിലെ ജനങ്ങൾ മറുപടി എഴുതിയതാണ് CPM-ന് ഈ പ്രാവശ്യം ബാധിച്ചിട്ടുള്ള തോൽവി എന്ന് മാത്രം പറയും. പിണറായിയുടെ ശൈലി മാറണം. പിണറായിയുടെ ശൈലി മാറണം. അദ്ദേഹത്തിന്റെ ഒരു ഞാൻ പറയാം, ഇപ്പൊ എന്റെ ശൈലി എന്ന് പറഞ്ഞാൽ ഒരാളോട് ചൂടാകുന്ന രീതിയാണെങ്കിൽ അത് എനിക്ക് മാറ്റാൻ കഴിയൂല. പാർട്ടി സെക്രട്ടറി അടക്കം പറഞ്ഞു തിരുത്തുമെന്ന് പറഞ്ഞു. തിരുത്തേണ്ടത് മുഖ്യമന്ത്രി അല്ല. സംസ്ഥാനത്തുള്ള ജനങ്ങളോട് മാന്യവും മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും കഴിയാത്തൊരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്ന ഒരു മോശപ്പെട്ട
സാഹചര്യത്തിലൂടെ കേരളം കടന്നു പോകുന്നത്. എന്താണ് മുഖ്യമന്ത്രിങ്ങളോട് ദോഷപരമായി ശ്രദ്ധാക്കിയത്? മുഖ്യമന്ത്രി കൃത്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പരമായ ആശയത്തിൽ ഊന്നിയുള്ള പ്രവർത്തനമാണ് മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ചില വിഷയങ്ങളിൽ പ്രതികരിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ശൈലി അനുസരിച്ചുള്ള കാര്യങ്ങൾ. അപ്പോൾ പാർട്ടി പറഞ്ഞ നേതൃത്വത്തിൽ ഒരു മാറ്റവും ഇല്ല, നേതൃത്വത്തിന് മാറ്റേണ്ട ആവശ്യമില്ല. വേണ്ടി വന്നാൽ പാർട്ടി സംഘടനയിൽ മാറ്റം വരാൻ, സർക്കാരിൽ മാറ്റം വരാൻ എന്തോ പറഞ്ഞു. ഞാൻ ഇവിടെ ഫസ്റ്റ് വന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അതായിരുന്നു, മുഖ്യമന്ത്രി രാജിവെക്കണം. അതേ ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ളൂ. മുഖ്യമന്ത്രി രാജിവെച്ചാൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരും, നാട് നന്നാവുന്നാണോ തോന്നുന്നത്? ബോധമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുണ്ട്, അവർ മുഖ്യമന്ത്രി ആയാലും കുറച്ചെങ്കിൽ കേരളം നന്നാവുന്ന പറയാനുള്ള. പാർട്ടിയേക്കാൾ മേലെ ഒരാൾ വളർന്നത് ആണിപ്പോൾ കേരളത്തിൽ നടന്നത്. സാധാരണ കമ്മ്യൂണിസ്റ്റിൽ അങ്ങനെയല്ല, പാർട്ടിയാണ് എന്തിനേക്കാളും വലുത്. പക്ഷെ ഇപ്പം കേരളത്തിൽ നടക്കുന്നതല്ല, പാർട്ടിയേക്കാൾ വലുത് എന്ന് വെച്ചാൽ പിണറായി ആണ് ഏറ്റവും മേലെ ആയിട്ടുള്ളത്. അതാണ് എനിക്ക് പറയാനുള്ളത്. പുള്ളിയോട് ഒരു മറുത്തു പറയാൻ അല്ലെങ്കിൽ തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കാൻ പാർട്ടിക്കുള്ളിൽ പോലും ആരും ഇല്ല. ഉണ്ടാവാം, പക്ഷെ അത് തിരുത്താൻ അയാൾ തയ്യാറല്ല. അതാണ് സത്യാവസ്ഥ. പിണറായിക്ക് എതിരെ പറഞ്ഞാൽ എന്ത് സംഭവിക്കുന്നതാണ് ഈ ഉള്ളിലുള്ള ആളുകളുടെ ഒരു പേടി? ആളിന്റെ നടുവിലൂടെ കുറെ കാലം നടന്ന ആളാണല്ലോ, വാളെടുത്ത് വെട്ടുന്ന ഭയണ്ടാവും. ഇതുപോലൊരു ആക്ഷേപം പുച്ചു ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. വണ്ടി കിട്ടോ ജി സാർ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.